Hi everyone, welcome to Comex tutorial. ഈ വീഡിയോയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇതിൻ്റെ മുന്നേ നമ്മൾ 4-5 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോയും കൂടി എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ. അപ്പോൾ ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഈ വീഡിയോസ് എന്ത് ചെയ്യുക, കാണാം. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കോസ്റ്റിനെ ഡിഫറെൻ്റ് ബേസിസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്ലാസിഫിക്കേഷൻ ബൈ നാച്ചർ, ക്ലാസിഫിക്കേഷൻ ബൈ റിലേഷൻ ടു കോസ്റ്റ് സെൻറ്റർ, ക്ലാസിഫിക്കേഷൻ ബൈ ഫങ്ഷൻ, ക്ലാസിഫിക്കേഷൻ ബൈ ബിഹേവിയർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ബൈ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ്, ക്ലാസിഫിക്കേഷൻ ബൈ പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ബൈ ടൈമിംഗ് പീരീഡ്. ഓക്കെ, ഇതിൽ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും, ഓരോ ക്ലാസിഫിക്കേഷനും. പക്ഷെ ഓൾറെഡി നമ്മൾ ചില ക്ലാസിഫിക്കേഷൻസ് ഒക്കെ മുന്നത്തെ വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുള്ളൂ, പറഞ്ഞ് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ബൈ നാച്ചർ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ബൈ നാച്ചർ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ മെറ്റീരിയൽ ആൻഡ് ലാബർ എക്സ്പെൻസ്. ഏത് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനി മെറ്റീരിയൽസ്, ഏതെങ്കിലും ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തിൻ്റെ അണ്ടറിൽ വരും, മെറ്റീരിയൽ കോസ്റ്റിൻ്റെ അണ്ടറിൽ വരും. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഓഫ് എനി നാച്ചർ യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റോ സർവീസോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എല്ലാ മെറ്റീരിയൽസും മെറ്റീരിയൽ കോസ്റ്റിൻ്റെ അണ്ടറിൽ വരും. നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ മാത്രം ഉണ്ടായാൽ പോരാ, മെറ്റീരിയൽ എന്തായാലും വേണം, എന്നാലാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലേ? പിന്നെ മെറ്റീരിയൽ മാത്രം ആയാൽ പോരാ, എന്തും കൂടി വേണം, ലാബേഴ്സ് വേണം. ആ പ്രൊഡക്റ്റിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ എന്ത് വേണം, ലാബേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് വേണം. അതുപോരാതെ ഇത് രണ്ടും കൂടാതെ തന്നെ കുറച്ച് എക്സ്പെൻസ് ഉണ്ടാവാം, അതിനെ ആണ് എക്സ്പെൻസ് എന്ന കാറ്റഗറിയിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, മെറ്റീരിയൽ, ലാബർ, എക്സ്പെൻസ്. അപ്പം ലാബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന് കൊടുക്കുന്ന, ലാബർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അത് ടെമ്പററി എംപ്ലോയീസിനും ആയിക്കോട്ടെ, പെർമനൻറ്റ് എംപ്ലോയീസിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് എന്ത് കൊടുക്കുമോ അതൊക്കെ ലാബർ കോസ്റ്റിൻ്റെ അണ്ടറിൽ വരും, അല്ലേ? ഇപ്പോൾ വേജ്, സാലറീസ്, അതുപോലെ അലവൻസ്, അങ്ങനെ ഒരുപാട് ഗ്രാറ്റുവിറ്റി, പെൻഷന്, ഇൻസെൻറ്റീവ്സ്, ഓവർ ടൈം ഡ്യൂട്ടി, അങ്ങനെ എന്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരും, ലാബർ കോസ്റ്റിൻ്റെ അണ്ടറിൽ വരും. ഓക്കെ, എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലും ലാബറും അല്ലാത്ത ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസൊക്കെ എക്സ്പെൻസിൻ്റെ അണ്ടറിൽ വരും, അല്ലേ? ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ മാത്രം പോരാ, ലാബർ മാത്രം പോരാ, അല്ലേ? ലാബർ ഇപ്പോൾ ചിലപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഒരു ബിൽഡിംഗ് ആണ്, ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത്, ഒരു ഫാക്ടറി, ആ ഫാക്ടറിക്ക് ചിലപ്പോൾ എന്തുണ്ടാവും, റെൻറ്റ് കൊടുക്കേണ്ടി വരും. അതുപോലെ അവിടെ ലൈറ്റിംഗ് ചാർജ്, മെഷീനറി, അങ്ങനെ ഒരുപാട് എക്സ്പെൻസ് ഒരു പ്രൊഡക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്തിലേക്ക് കാറ്റഗറി, എക്സ്പെൻസ് എന്ന കാറ്റഗറൈസ് ചെയ്യും. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ബൈ നാച്ചുറൽ. ദ നെക്സ്റ്റ് വൺ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബൈ റിലേഷൻ ടു കോസ്റ്റ് സെൻറ്റർ, ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാണ്, ഡിസ്കസ് ചെയ്തിട്ടുണ്ടാണ് ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇപ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് തന്നെയാണ്, ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഡയറക്റ്റ് ലാബർ ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ്. ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് അഗെയിൻ 3 categories, ദാറ്റ് ഈസ് indirect material cost, indirect labor cost and indirect expense. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ നിന്ന് ആ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു ഷൂസ് മാനുഫാക്ചർ ചെയ്യുകയാണ്. അപ്പോൾ ഷൂസിൽ നിന്ന് നമുക്ക് ലെതർ എത്ര വേണം എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും. സോൾ എത്രയാണ്, അതിൻ്റെ കറക്റ്റ് റേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ഈസിലി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ട്രേസ് ഔട്ട് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റാണ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ബൈ ഫങ്ഷൻ, പ്രൊഡക്ഷൻ. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. പ്രൊഡക്ഷൻ ഫങ്ഷൻ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ്, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിൽ പ്രൊഡക്ഷൻ കോസ്റ്റ്
is the cost of all item involved in the production of a product or service. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസും, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസും പ്രൊഡക്ഷൻ കോസ്റ്റിന് അണ്ടറിൽ വരും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാക്ടറിയിലേക്ക് മെറ്റീരിയൽ റെസിപ്റ്റ് ചെയ്യുന്നത് മുതൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുന്നത് വരെ, അതിൻ്റെ ഇൻക്ലൂഡിങ് അതിൻ്റെ പ്രൈമറി പാക്കിംഗ് വരെ ഉള്ള എല്ലാ കോസ്റ്റും മാനുഫാക്ചറിങ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റിനാട്ടിൽ വരും. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ്, ഫാക്ടറിയിൽ ഉണ്ടാകുന്ന എക്സ്പെൻസ്, അതൊക്കെ കൂടിയിട്ടുള്ളതാണ് എന്ത് ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആർ എക്സ്പെൻസ് incurred for general management of an organization. These are in the nature of indirect cost and also termed as a administrative overhead. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ്, ജനറൽ മാനേജ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ചിലവാകുന്ന കോസ്റ്റാണ് എന്ത്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ് ആണെന്ത്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. അതിൽ വരുന്നതാണ് അപ്പോൾ കോസ്റ്റ് റിലേറ്റിംഗ് ടു ഫോർമുലേഷൻ ഓഫ് പോളിസി ആൻഡ് കോസ്റ്റ് റിലേറ്റിംഗ് ടു ഡയറക്റ്റിംഗ് ദി ഓർഗനൈസേഷൻ ആൻഡ് കൺട്രോളിംഗ് ദി ഓപ്പറേഷൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അതിൽ മെയിനായിട്ട് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറീസ് ഓഫ് ഓഫീസ് സ്റ്റാഫ് അല്ലേ. ഓഫീസ് ആണ് അല്ലെങ്കിൽ ഓഫീസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് പോളിസിയും ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ ഓഫീസ് സ്റ്റാഫിന് കൊടുക്കുന്ന അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ഡയറക്ടറിന് കൊടുക്കുന്ന സാലറീസ്, അതുപോലെ തന്നെ ഓഫീസിൻ്റെ ബിൽഡിങ് റെൻറ്റ് റേറ്റ്, ഡിപ്രിസിയേഷൻസ് ഒക്കെ, അത് ദെൻ പോസ്റ്റേജ്, സ്റ്റേഷനറി ആൻഡ് ടെലഫോൺ ചാർജസ്, ഓഫീസ് സപ്ലൈസ് ആൻഡ് അതർ എക്സ്പെൻസ്, ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഒക്കെ എന്തിൽ പെടും, ഈ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റിൽ വരും. ദ നെക്സ്റ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. സെല്ലിംഗ് കോസ്റ്റ് ആർ ദ ഇൻഡയറക്റ്റ് കോസ്റ്റ് റിലേറ്റഡ് ടു സെല്ലിംഗ് ഓഫ് പ്രൊഡക്റ്റ് or service and included all indirect cost in sales management for the organization. അപ്പോൾ ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് കോസ്റ്റ് പറഞ്ഞാൽ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ് ആണ് എന്ത്, സെല്ലിംഗ് കോസ്റ്റ്. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കൺസ്യൂമറിലേക്ക് എത്തിക്കാനുള്ള കോസ്റ്റിനാണ് എന്ത്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിൽ വരുന്നതാണ് സാലറീസ് ആൻഡ് കമ്മീഷൻ ഓഫ് സെയിൽസ് ആൻഡ് സെയിൽസ് മാനേജേഴ്സ്, expense of advertisement, insurance, rent rates, depreciation and insurance of sales office and warehouse, cost of insurance, freight, export duty, packing, shipping, പിന്നെ അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് ഡെലിവറി വാൻസ്, ഇതൊക്കെ എന്തിൽ പെടും, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിൽ പെടും. അപ്പം സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് കഴിഞ്ഞാൽ ഫൈനൽ പ്രൊഡക്റ്റ് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റിനാണെന്ന് പറയുന്നത്. അപ്പോൾ വെയർ ഹൗസ് കോസ്റ്റൊക്കെ എന്തിൽ പെടുന്നതാണ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിൽ പെടുന്നതാണ്. ദ നെക്സ്റ്റ് വൺ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പുതുതായിട്ടൊരു ന്യൂ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങണമെങ്കിൽ മാർക്കറ്റ് റിസർച്ച് നടത്തേണ്ടി വരും, സർവേ നടത്തേണ്ടി വരും അല്ലേ. അതുപോലെ തന്നെ ഒരു ന്യൂ പ്രൊഡക്റ്റ് ആകുമ്പോൾ തന്നെ എന്താ പറയുക, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ എന്നുള്ളത് ഒരു സ്റ്റഡി, നമ്മളൊരു പൈലറ്റ് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വരും, നടത്തേണ്ടി വരും. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന കോസ്റ്റാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്, finding new uses for non-product, and solving technical problem arising in manufacturing and application of product. അപ്പോൾ ഇതൊക്കെ ഒരു ന്യൂ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉള്ള പ്രൊഡക്റ്റ് തന്നെ വീണ്ടും ഒന്ന് മോഡിഫൈ ചെയ്ത് ന്യൂ ടെക്നോളജിയൊക്കെ വെച്ച് വീണ്ടും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബൈ ബിഹേവിയർ. ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ദ ഫസ്റ്റ് വൺ, ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് വിച്ച് ഡസ് നോട്ട് വാരി വിത്ത് ദ ചേഞ്ച് ഇൻ ദി വോളിയം ഓഫ് ആക്ടിവിറ്റി ഇൻ ദി ഷോർട്ട് റൺ. വോളിയം ചേഞ്ച് ചെയ്തതിനനുസരിച്ചിട്ട് കോസ്റ്റ് എന്താവില്ല, വാരി ചെയ്യില്ല, ചേഞ്ച് ആകില്ല. ഓക്കെ, ദീസ് കോസ്റ്റ് ആർ നോട്ട് അഫക്റ്റഡ് ബൈ ടെമ്പററി ഫങ്ഷൻ ഇൻ ആക്ടിവിറ്റി ഓഫ് എൻ എന്റർപ്രൈസസ്. These are known as period cost അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ റെൻറ്റ്.
ഇപ്പോൾ പ്രൊഡക്ഷൻ നടന്നാലും നടന്നിട്ടില്ലെങ്കിലും ഫിക്സഡ് കോസ്റ്റ് എന്തായാലും നമുക്ക് ഉണ്ടാകും. റെൻറ്റ്, ഇൻഷുറൻസ്. ഇപ്പോൾ റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാലും നടന്നിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് കൊടുക്കണം? റെൻറ്റ് കൊടുക്കണം. ഇനി പ്രൊഡക്ഷൻ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മാക്സിമം എത്രയാണോ കപ്പാസിറ്റി അതിനനുസരിച്ച് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഒരു റെൻ്റാണ് കൊടുക്കുക അല്ലേ? പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് റെൻ്റ് എന്ത് ചെയ്യില്ല? കൂടില്ല. അപ്പോൾ അങ്ങനെ വോളിയം കൂടുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ വോളിയം കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ കോസ്റ്റ് എന്താവില്ല? വാരി ചെയ്യില്ല. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് എലമെന്റ് വിച്ച് ടെൻസ് ടു ഡയറക്ട്ലി വേരി വിത്ത് ദ വോളിയം ഓഫ് ആക്ടിവിറ്റി. അപ്പോൾ വോളിയം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് കോസ്റ്റും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോസ്റ്റിന് എന്ത് പറയുന്നു? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് മെറ്റീരിയൽ. ഓക്കെ. ആൻഡ് ദ തേർഡ് വൺ സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ എലമെന്റ്സ് ദേ ആർ പാർട്ട്ലി അഫക്റ്റഡ് ബൈ ദി ഫ്ലക്ച്വേഷൻ ഇൻ ദി ലെവൽ ഓഫ് ആക്ടിവിറ്റി. അപ്പോൾ ഒരു പരിധി വരെ, ഒരു ലെവൽ വരെ എന്താണ്? ഫിക്സ്ഡ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലക്ച്വേറ്റ് ആവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല്. ഇലക്ട്രിസിറ്റി ബില്ലാണ് നമ്മൾ ഒരു 100 യൂണിറ്റ് വരികയാണെങ്കിൽ 3 രൂപ 10 പൈസ അല്ലെങ്കിൽ 2 രൂപ 3 രൂപ 10 പൈസ. 100 യൂണിറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, യൂണിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ എന്ത് വരും? കോസ്റ്റ്, യൂണിറ്റ് കോസ്റ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും. എന്ന് വെച്ചാൽ 3 രൂപ 40 പൈസയൊക്കെ ആയിട്ട് എന്ത് ചെയ്യും? മാറും. അപ്പോൾ ഒരു ലെവൽ വരെ എന്താണ്? ഫിക്സ്ഡ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? വേരിയബിൾ ആകും. ഓക്കെ. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും മിക്സ്ചറാണ്. ബോത്ത് ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ. അത് അതിലത്തെ എക്സാമ്പിൾ ആണെന്ന് ഇലക്ട്രിസിറ്റി. പിന്നെ വരുന്നത് ഈ പോസ്റ്റ് പെയ്ഡ് ടെലഫോൺ ബില്ലൊക്കെ അല്ലേ? പോസ്റ്റ് പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാനിൽ നമുക്ക് ഡാറ്റ, കോള്, അതേപോലെ തന്നെ മെസ്സേജ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? ചാർജ് വരും. ഓക്കെ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ലെവൽ വരെ, ഒരു ആക്ടിവിറ്റി വരെ എന്താണ്? ഫിക്സ്ഡ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേരിയബിൾ ആണ്. നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ വേരിയബിൾ കോസ്റ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് ചേഞ്ച് ആകും. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് കോൺസ്റ്റന്റ് ആവും. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. ഫിക്സ്ഡ് കോസ്റ്റ് any cost that remain constant for a period of time irrespective of the level of output. അപ്പോൾ ലെവൽ ഓഫ് ഔട്ട്പുട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാലും കോസ്റ്റ് എന്താണ്? റിമെയിൻ കോൺസ്റ്റന്റ് ആണ്. ലൈക്ക് റെന്റ്, സാലറി, ലോൺ പേയ്മെന്റ് എക്സെട്ര. അപ്പോൾ ഫസ്റ്റ് മന്തിൽ നമ്മൾ 25,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ റെന്റ് അപ്പോൾ 25,000 ഷൂ ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ആ ഫാക്ടറിക്ക് റെന്റ് നമ്മൾ 50,000 കൊടുക്കുന്നു. സെക്കൻഡ് മന്ത് നമ്മൾ ബിസിനസ് ഗ്രോ ചെയ്തു. സെക്കൻഡ് മന്ത് ആയപ്പോൾ നമ്മൾ 35,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. 35,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റെന്റ് എത്രയാണ്? 50,000 ആണ്. ദെൻ തേർഡ് മന്ത് വീണ്ടും നമ്മളുടെ ഡിമാൻഡൊക്കെ കൂടി, ഷൂസിൻ്റെ ഡിമാൻഡൊക്കെ കൂടിയപ്പോൾ നമ്മൾ വീണ്ടും മാനുഫാക്ചറിങ്ങിൻ്റെ എണ്ണം കൂട്ടാണ്, പ്രൊഡക്ഷൻ്റെ എണ്ണം കൂട്ടാണ് 45,000. അപ്പോൾ നമുക്ക് അപ്പോഴും റെന്റ് എത്ര വന്നത്? 50,000. ഇവിടെ ശ്രദ്ധിക്കുക, റെന്റ് എന്നുള്ളത് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ലെവൽ ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് റെന്റ് എന്താവുന്നില്ല? ഇൻക്രീസ് ആകുന്നില്ല. ഓക്കെ. ഫിക്സ്ഡ് കോസ്റ്റ്. ദെൻ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ദി എക്സ്പെൻസ്. വേരിയബിൾ കോസ്റ്റ് ആർ എക്സ്പെൻസ് ദാറ്റ് ചേഞ്ച് ഡയറക്ട്ലി ആൻഡ് പ്രൊപ്പോർഷണലി ടു ദ ചേഞ്ച് ഇൻ ബിസിനസ് ആക്ടിവിറ്റി ലെവൽ ഓർ വോളിയം. അപ്പോൾ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റി ലെവൽ കൂടുന്നതിന് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് എക്സ്പെൻസ് എന്ത് ചെയ്യും? കോസ്റ്റ് പെർ യൂണിറ്റ് എക്സ്പെൻസ് എന്ത് ചെയ്യും? കൂടും. നമ്മൾ എക്സാമ്പിൾ നോക്കാം. മെറ്റീരിയൽ ഫസ്റ്റ് മന്തിൽ മെറ്റീരിയൽ നമ്പർ ഓഫ് യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് 25,000 ആണ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വന്നത് 2,50,000. ഒരു മെറ്റീരിയലിന്, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വന്ന ചാർജ്, മെറ്റീരിയൽ വന്ന ചാർജ് 10 rupees ആണ് അല്ലേ? 10 rupees. അപ്പോൾ 25,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് 2,50,000 രൂപ വന്നു. സെക്കൻഡ് മന്ത് ആകുമ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടി 35,000. അപ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് വന്നു? മെറ്റീരിയൽ കോസ്റ്റ് 3,50,000 വന്നു. ആ തേർഡ് മന്ത് വീണ്ടും പ്രൊഡക്ഷൻ കൂട്ടിയപ്പോൾ മെറ്റീരിയൽ വീണ്ടും എന്ത് ചെയ്തു? കൂടേണ്ടി വന്നു. അപ്പോൾ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് മെറ്റീരിയൽ കോസ്റ്റ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇവിടെ നോക്കാം, മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് 10 രൂപയാണ് അല്ലേ? 10 രൂപയാണ് പെർ യൂണിറ്റ്. അത് കോൺസ്റ്റന്റ് ആണ്. പക്ഷേ മെറ്റീരിയൽ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാരിയിങ് ആണ്.
നമ്മൾ എക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് കോൺസ്റ്റന്റ്, ടോട്ടൽ എന്താണ് വേരിയിങ് ആണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫിക്സ്ഡ്. ഫിക്സ്ഡ് കോസ്റ്റ് ടോട്ടൽ എന്താണ് ഫിക്സ്ഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, പെർ യൂണിറ്റ് എന്ത് ചെയ്യും വാരി ചെയ്യും. ഓക്കെ, ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബൈ മാനേജ്മെന്റ് ഡിസിഷൻസ്. ഓക്കെ, അതിൽ ദ ഫസ്റ്റ് വൺ marginal cost. Marginal cost is the aggregate of variable cost. Marginal cost എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റിൻ്റെ അഗ്രിഗേറ്റ് ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർഹെഡ്. പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ, ആൻഡ് ഡയറക്റ്റ് വേരിയബിൾ ഓവർഹെഡും കൂടിയിട്ടുള്ളതാണ് എന്ത് മാർജിനൽ കോസ്റ്റിങ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തെടുക്കില്ല, ഫിക്സ്ഡ് കോസ്റ്റ് എന്ത് ചെയ്യും എക്സ്ക്ലൂഡ് ചെയ്യും. അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ന ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്താകില്ല എടുക്കുന്നില്ല, ഓൺലി വേരിയബിൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ വേരിയബിൾ കോസ്റ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ കൺസിഡർ ചെയ്യുള്ളൂ, ഫിക്സ്ഡ് കോസ്റ്റ് കൺസിഡർ ചെയ്യില്ല. ഇനി മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചാപ്റ്റർ വരുന്നുണ്ട്, യൂണിറ്റ് വരുന്നുണ്ട്, അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ കോസ്റ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ദി കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ആക്ടിവിറ്റി ഫ്രം വൺ ലെവൽ ടു അനദർ ലെവൽ. എന്ന് ഇപ്പോൾ ഒരു ബിസിനസ്, ആ ബിസിനസ് ഇപ്പോൾ ഷൂ മാനുഫാക്ചറിങ് കമ്പനി തന്നെ എടുക്കാം. ഷൂ മാനുഫാക്ചറിങ്ങിൽ നമ്മൾ ഒരു 100 യൂണിറ്റ് ഷൂ മാനുഫാക്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് വന്നത് 8,000 റുപ്പീസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആ സമയം ആ 100 എന്നുള്ളത് നമ്മൾ എന്തായി 150 യൂണിറ്റ് ആക്കി മാറ്റിയപ്പോൾ, ആക്ടിവിറ്റി മാറ്റിയത് 100ൽ നിന്ന് 150 ആക്കി മാറ്റിയപ്പോൾ നമുക്ക് വന്ന കോസ്റ്റ് 11,000. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മറ്റേ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് വന്നിട്ടുള്ള 3,000 ഡിഫറൻഷ്യൽ കോസ്റ്റ് എത്രയാണ് 3,000 ആണെന്ന് തോന്നുന്നത് ഡിഫറൻഷ്യൽ കോസ്റ്റ്. അപ്പോൾ എ ആക്ടിവിറ്റിയിൽ നിന്ന് ബി എന്ന ആക്ടിവിറ്റി, അപ്പോൾ എ ആക്ടിവിറ്റി തന്നെ 100 യൂണിറ്റ്സ് ഉണ്ട്, അപ്പോൾ അതിൽ നമ്മൾ ബി ആക്ടിവിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് വന്ന കോസ്റ്റ് എത്രയാണ് 8,000ൽ നിന്ന് 11,000 ആയി. 3,000 ആണെന്ത് 3,000 ആണെന്ത് ഡിഫറൻഷ്യൽ കോസ്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓക്കെ, ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ വാല്യൂ ഓഫ് ആൾട്ടർനേറ്റീവ് ഫോർഗോൺ ബൈ അഡോപ്റ്റിംഗ് എ പെർട്ടിക്കുലർ സ്ട്രാറ്റജി ഓർ എംപ്ലോയിങ് റിസോഴ്സസ് ഇൻ സ്പെസിഫിക് മാനർ. എക്സാമ്പിൾ പറയാം, എക്സാമ്പിളോട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്, അതിൽ നിന്ന് 2 ഓപ്ഷനിൽ നിന്ന് ഒന്നാണ് എന്ത് ചെയ്യുള്ളൂ സെലക്ട് ചെയ്യുള്ളൂ. ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ മറ്റൊന്ന് നമ്മൾ എന്ത് ചെയ്യും സാക്രിഫൈസ് ചെയ്യും. ആ സാക്രിഫൈസ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റിനെയാണെന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കുക. നിങ്ങളിപ്പോൾ ബികോമിന് പഠിക്കുകയാണ്. ബികോമിന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സമയം നിങ്ങൾ പഠിക്കാതെ ഒരു ജോലിക്ക് പോകണമെന്ന് വിചാരിക്കുക അല്ലേ. ഒരു ദിവസം കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ഒരു 700 റുപ്പീസ് എന്തെങ്കിലും കിട്ടും. അപ്പോൾ നിങ്ങൾ ആ പണിക്ക് പോവാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നു പഠിക്കാൻ പോകുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ത് ചെയ്തു ഒഴിവാക്കി അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 700 റുപ്പീസ് കിട്ടുന്ന ഡെയിലി വേജസ് കിട്ടുന്ന ഒരു പണി ഒഴിവാക്കിയിട്ടാണ്, ഒരു ജോബ് ഒഴിവാക്കിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് പഠിക്കാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് സാക്രിഫൈസ് ചെയ്തു, മറ്റേത് എന്ത് ചെയ്തു എടുത്തു. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ വരുമ്പോൾ നിങ്ങളും മറ്റുള്ള ആ ഒരു ഡെയിലി ജോബിന് പോയാൽ കിട്ടുന്ന ആ 700 റുപ്പീസ് എന്ത് ചെയ്തു ഒഴിവാക്കിയിട്ടാണ്. അപ്പോൾ ആ 700 റുപ്പീസാണ് എന്ത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇനി ബിസിനസ്സിൻ്റെ കൺസെപ്റ്റ് നോക്കുക. ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ലാഖിൽ ബാങ്കിൽ ഒരു 5 ലാഖ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ 5 ലാഖ് എന്ത് ചെയ്യുന്നു ബാങ്കിൽ നിന്ന് എടുത്തിട്ട് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് ഒരു മെഷീനറി വാങ്ങുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് മെഷീനറി വാങ്ങിയപ്പോൾ 5 ലാഖ് ബാങ്ക് ഡെപ്പോസിറ്റിന് 5% ഇൻട്രസ്റ്റ് കിട്ടുന്നു. അപ്പോൾ 5% ഇൻട്രസ്റ്റ് കിട്ടുന്നത് സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് വാങ്ങിയത് മെഷീനറി വാങ്ങിയത്. അപ്പോൾ ഒന്ന് സാക്രിഫൈസ് ചെയ്തു അവിടെ. അപ്പോൾ സാക്രിഫൈസ് ചെയ്ത് 5%, 5 ലാഖിൻ്റെ 5% ഇൻട്രസ്റ്റ് സാക്രിഫൈസ് ചെയ്തു. ആ കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ആൻഡ് അസെറ്റ് ഇൻ ദി കറൻറ്റ് മാർക്കറ്റ് ഫോർ ദി പർപ്പസ് ഓഫ് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഒരു അസറ്റ് റീപ്ലേസ് ചെയ്ത് വേറൊരു അസറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ കോസ്റ്റിനാണ് എന്ത് പറയുന്നത് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ ഒരു അസറ്റ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അസറ്റ് ഉണ്ട്, അത് മാറ്റിയിട്ട് നമ്മളൊരു ന്യൂ അസറ്റ് എന്ത് ചെയ്യണം, അതേ എഫിഷ്യൻസി ഉള്ളൊരു ന്യൂ അസറ്റ് എന്ത് ചെയ്യണം, വാങ്ങണം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് നമ്മൾ മാറ്റുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാറ്റുന്ന ആ കോസ്റ്റ് നമുക്ക് എത്ര വന്നു മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുതിയ മെഷീനറിൻ്റെ ടോട്ടൽ കോസ്റ്റ് അല്ല, എത്രയാണ് നമ്മുടെ മറ്റുള്ളത് കൂടി എന്ത് ചെയ്യും, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇത് കോസ്റ്റ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെഷീനറിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ചിലവാക്കിയ കോസ്റ്റാണ് എന്ത്, സങ്ക് കോസ്റ്റ്, ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റ്. ഓക്കെ, ഈ കോസ്റ്റ് അല്ലെങ്കിൽ ഇതിന് സങ്ക് കോസ്റ്റിന് ഡിസിഷൻ മേക്കിങ്ങിൽ എന്തില്ല, റോളില്ല. അപ്പോൾ സങ്ക് കോസ്റ്റ് ആർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വിച്ച് ആർ ഇൻകേർഡ്, ദാറ്റ് ഈസ് സങ്ക് ഈസ് ദ പാസ്റ്റ് ആർ നോട്ട് എ റെലവൻറ്റ് പർട്ടിക്കുലർ ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം ബീയിങ് കൺസിഡേർഡ്. ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്യുമ്പോൾ അതിനെന്തില്ല, സങ്ക് കോസ്റ്റിന് ഒരു പ്രാധാന്യമില്ല. ഇപ്പോൾ ഒരു മെഷീനറി റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെഷീനറി വിറ്റു ന്യൂ മെഷീനറി എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെഷീനറിക്ക് ഒരു കോസ്റ്റ് ഉണ്ടാകും, ആ കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, സങ്ക് കോസ്റ്റ്. അപ്പോൾ ആ കോസ്റ്റിനോട് നമുക്ക് ഇനി പുതിയൊരു ഡിസിഷൻസ് ഒന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല, ആ ഡിസിഷൻ മേക്കിങ്ങിൽ യാതൊരു റോളും ഇല്ല, അത് ഓൾറെഡി ചിലവായിട്ടുള്ള കോസ്റ്റാണ്. അങ്ങനെയുള്ള കോസ്റ്റിനാണ് എന്ത് പറയുന്നത്, സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. Then normal cost. Normal cost is a cost that is normally incurred at a given level of output in the condition at which that level of output is achieved. സാധാരണ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ലെവലിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നോർമലി ആയിട്ട് നമുക്ക് പോകുന്ന വേസ്റ്റാണ് എന്ത്, നോർമൽ കോസ്റ്റ്. ഓക്കെ, നോർമൽ കോസ്റ്റ് എന്തിൽ നമ്മൾ എന്ത് പെടും, നോർമൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ പെടുന്നതാണ്. നോർമൽ കോസ്റ്റ് ഈസ് എ കോസ്റ്റ് ദാറ്റ് ഈസ് നോർമലി ഇൻകേർഡ് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ ദി കണ്ടീഷൻ വിച്ച് ഈസ് ദാറ്റ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് അച്ചീവ്ഡ്. നോർമൽ കോസ്റ്റ്. Abnormal cost is unusual and typical cost occurrence is usually irregular and unexpected due to some abnormal situation of the production. ഒരു എക്സാമ്പിൾ എടുക്കാം, നമ്മളുടെ ഒരു വീട്ടിലുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ്. നമ്മളൊരു ദോശ ചൂടുകയാണെന്നുണ്ടെങ്കിൽ, ദോശ ചൂടാൻ ഉദ്ദേശിക്കണം. അപ്പോൾ ദോശ ചൂടുകയാണെങ്കിൽ സാധാരണ 1-2 തുള്ളികൾ എന്ത് ചെയ്യും, പോകും. അപ്പോൾ അത് നോർമലാണ്, മിക്കവാറും എന്ത് ചെയ്യും, എല്ലാവരും ചുട്ടി കഴിഞ്ഞാൽ കുറച്ചെങ്കിലും എന്ത് ചെയ്യും, അവിടെ ഇവിടെയൊക്കെ ഇറ്റിപ്പോകും. പക്ഷേ കൂടുതലായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഫുള്ള് ഇങ്ങനെ ലൈനായിട്ട് തന്നെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അബ്നോർമൽ ലോസ് ആണ്. ഓക്കെ, അത് നമ്മളുടെ ഇൻഎഫിഷ്യൻസിയോ അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പീരിയൻസ് ഇല്ലായ്മ കൊണ്ടോ അങ്ങനെയൊക്കെയുള്ള റീസൺ കൊണ്ടാണ് എന്ത് വരുന്നത്, അങ്ങനെ ഒരു ലോസ് വരുന്നത്. അപ്പോൾ നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ലോസ്. നോർമൽ കോസ്റ്റ് എന്തിൽ പെടും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും. അബ്നോർമൽ കോസ്റ്റ് പ്രൊഡക്ഷനിൽ എന്ത് ചെയ്യില്ല, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഒരു പെട്രോൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വേറെ സ്ഥലത്തേക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെട്രോളിൻ്റെ ഘടന അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കുറച്ച് എന്ത് ചെയ്യും, നോർമലായിട്ട് ഒരു കുറച്ച് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ആവിയായിട്ട് പോകും അല്ലേ. അപ്പോൾ അത് നോർമൽ കോസ്റ്റാണ്. അബ്നോർമൽ കോസ്റ്റ് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ലീക്കേജോ അങ്ങനെ എന്തെങ്കിലും ആക്സിഡൻറ്റോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താകും, അത് നഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഗിവൺ കണ്ടീഷനിൽ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ നമ്മളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ മനഃപൂർവ്വമോ ഒക്കെ നമ്മൾ എന്താ പറയുക വരുന്ന വേസ്റ്റേജ് ആണെന്ത്, ഈ അബ്നോർമൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് വൺ അവോയ്ഡബിൾ കോസ്റ്റ്. അവോയ്ഡബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡബിൾ കോസ്റ്റ് ആർ ദോസ് വിച്ച് അണ്ടർ ഗിവൺ കണ്ടീഷൻ ഓഫ് ദി പെർഫോമൻസ് എഫിഷ്യൻസി ഷുഡ് നോട്ട് ഹാവ് ബീൻ ഇൻകേർഡ്. അവോയ്ഡബിൾ ആക്കാൻ പറ്റുന്ന കോസ്റ്റാണ്. ഇപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക, ചില കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില കോസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, അവോയ്ഡബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ രണ്ട് കോസ്റ്റും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും അതൊരു നോഷണൽ കോസ്റ്റാണ് എന്ത്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് അഥവാ ഇമ്പ്യൂട്ടഡ് കോസ്റ്റ്. ഇമ്പ്യൂട്ടഡ് കോസ്റ്റ്
are hypothetical or notional cost, not involving cashing outlay computed only for the purpose of decision making. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മുടെ പോക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, ക്യാഷ് അത് പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ നോക്കാം, ഒരു റെൻറ്റ്, നമ്മുടെ സ്വന്തം ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് കൊടുക്കുന്നില്ല, റെൻറ്റ് കൊടുക്കുന്നില്ല. പക്ഷേ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ റെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് മാറ്റി വെക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും നമ്മുടെ കയ്യിൽ റെൻറ്റ് എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, ക്യാഷ് പോകുന്നില്ല. അപ്പം അങ്ങനെയുള്ള കോസ്റ്റിനാണ് എന്ത് പറയുന്നത്, ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മളവിടെ ഡിസിഷൻ എടുക്കുക. അപ്പോൾ നമ്മൾ റെൻറ്റ്, നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് വന്നത് 40,000 ആണ്. പക്ഷെ ബിസിനസ് ചെയ്ത് കിട്ടുന്നത് നമ്മുടെ ബിൽഡിങ്ങിന് റെൻറ്റ് വേറെ ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ, അതർ പാർട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40,000 കിട്ടും. പക്ഷെ നമുക്ക് ആ ബിസിനസ് ചെയ്ത് കിട്ടുന്നത് 30,000 ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഡിസിഷൻ എടുക്കാം, ഏതാ നല്ലത്, ബിൽഡിങ് ബിസിനസ് അവിടെ നിർത്തിയിട്ട് എന്താക്കാം, റെൻറ്റിന് കൊടുക്കുന്നതായിരിക്കാം നല്ലത്, അല്ലേ? അപ്പം അങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറ്റും ഈ ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് കൊണ്ട്. അപ്പോൾ ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഇല്ല, ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ പോകുന്നില്ല, നമ്മുടെ പോക്കറ്റിൽ നിന്ന് ചെയ്യുന്നില്ല, ക്യാഷ് പോകുന്നില്ല. പക്ഷേ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഇതിൽ വരുമ്പോൾ അതിനൊരു കൺസിഡർ ചെയ്യും, ഓൺലി പർപ്പസ് ഓഫ് ദി ഡിസിഷൻ മേക്കിംഗ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്നും കൂടി പറയും. ഏതിന്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റിന്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇൻകർ ആവുന്ന കോസ്റ്റാണ്, പോക്കറ്റിൽ നിന്ന് പോകുന്ന കാശാണ്. ദിസ് ഈസ് ദ പോർഷൻ ഓഫ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ആൻ ആക്ടിവിറ്റി ദാറ്റ് ഇൻവോൾവ് ക്യാഷ് പേയ്മെൻറ്റ് ടു അതർ പാർട്ടീസ്. നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുന്ന അതർ പാർട്ടീസിന് പേയ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റാണ്, ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. ഓക്കെ, ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആർ വെരി മച്ച് റെലവെൻറ്റ് ഇൻ കൺസിഡറേഷൻ ഓഫ് പ്രൈസ് ഫിക്സേഷൻ ഡ്യൂറിങ് ട്രേഡ് റിസിഷൻ ഓർ വെൻ എ മേക്ക് ഓർ ബൈ ഡിസിഷൻ ഇസ് ടു ബി മെയ്ഡ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ ശരിക്കും നമ്മൾ ക്യാഷ് ഔട്ട്ലേ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, അത് നമ്മൾ കയ്യിൽ പോക്കറ്റിൽ നിന്ന് നമ്മൾ എടുത്ത് കൊടുക്കുന്ന ക്യാഷുമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബൈ പ്രൊഡക്ഷൻ പ്രോസസ്സ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഇതിൽ കോസ്റ്റിനെ ഡിഫറെൻ്റ് ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബാച്ച് കോസ്റ്റ്, പ്രോസസ് കോസ്റ്റ്, ഓപ്പറേഷൻ കോസ്റ്റ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, കോൺട്രാക്ട് കോസ്റ്റ് ആൻഡ് ജോയിൻറ്റ് കോസ്റ്റ്. ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, ഷൂ മാനുഫാക്ചർ ചെയ്യണം. ഷൂ മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ബാച്ചസ് ആയിട്ടാണ്, ഒരേ സിമിലർ ആയിട്ടുള്ള ഹോമോജിനിയസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, അതൊരു പർട്ടിക്കുലർ ബാച്ച് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാവുന്ന കോസ്റ്റാണ് അത് ബാച്ച് കോസ്റ്റിംഗ് എന്നുള്ളത്. ഇപ്പോൾ അതൊരു ലാർജ് ക്വാണ്ടിറ്റി, ഒരു ലാർജ് നമ്പർ ഓഫ് ക്വാണ്ടിറ്റി, ഒരു ഹോമോജിനിയസ് നാച്ചുറുള്ള ഒരു ലാർജ് നമ്പർ ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഒരു ബാച്ചായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷൂ ആണ്, ഷൂ 7 സൈസിൻ്റെ ഉണ്ട്, 8 സൈസ്, 9 സൈസ്, അത് ഡിഫറെൻറ്റ് സൈസിലുള്ളതാണ്. അപ്പോൾ 7 സൈസിലുള്ളത് 1000 യൂണിറ്റ്, 8 സൈസിലുള്ളത് 1000 യൂണിറ്റ്, 9 സൈസിലുള്ളത് 1000 യൂണിറ്റ്. അങ്ങനെ ഒരു ബാച്ചായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാച്ച് കോസ്റ്റിംഗ് ആണെന്ത് അവിടെ അപ്ലൈ ചെയ്യാം. അതേപോലെ ഷർട്ടിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ ഒക്കെ ആയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറൈസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് സൈസിൽ എന്ത് ചെയ്യും, മാനുഫാക്ചർ ചെയ്യും. അങ്ങനെ ഒരു തരത്തിലുള്ള ഒരേപോലെയുള്ള ഒരു പ്രൊഡക്റ്റ്, ഒരേ നാച്ചുറലുള്ള പ്രൊഡക്റ്റ് ഒരു ബൾക്കായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാവുന്ന കോസ്റ്റിംഗ് ആണ് എന്ത്, ബാച്ച് കോസ്റ്റ്. നെക്സ്റ്റ് വൺ, പ്രോസസ് കോസ്റ്റ്. പ്രോസസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് തന്നെ ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെയാണ് പ്രൊഡക്റ്റ് ചെയ്യുന്നതെങ്കിൽ പ്രോസസ് കോസ്റ്റിംഗ് ആണ് അത് സ്യൂട്ടബിൾ. ഇപ്പോൾ അപ്പോൾ അവിടെ ഒരു പ്രോസസ്സിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ് പ്രോസസ്സ് 1ലുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് ആകും പ്രോസസ് 2ൻ്റെ റോ മെറ്റീരിയൽ. അപ്പോൾ ഒരു ഓയിൽ റിഫൈനറി അല്ലെങ്കിൽ സിമെൻറ്റ് ഫാക്ടറി, ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി അങ്ങനെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം കട്ടിങ്, സ്റ്റിച്ചിങ് അങ്ങനെയൊക്കെ ആയിട്ട് ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെയാണെന്നെങ്കിൽ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നതെങ്കിൽ, ഇപ്പോൾ സിമെൻറ്റ് ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷുഗർ ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അത് ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെയാണ് ഒരു ഫൈനൽ പ്രൊഡക്റ്റായിട്ട് മാറാം. അപ്പോൾ ആ ഓരോ പ്രോസസ്സ്, അങ്ങനെ ഒരു പ്രൊഡക്റ്റ് തന്നെ ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോസസ് കോസ്റ്റിംഗ് അവിടെ അപ്ലൈ ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഓപ്പറേഷൻ കോസ്റ്റ്. ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് എ സ്പെസിഫിക് ഓപ്പറേഷൻ ഇൻവോൾവ്ഡ് ഇൻ എ പ്രൊഡക്ഷൻ പ്രോസസ് ഓർ എ ബിസിനസ് ആക്ടിവിറ്റി.
അപ്പോൾ ഒരു പ്രൊഡക്റ്റിലുള്ള ഇപ്പോൾ നമുക്ക് ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കണം. ആ ബിസ്ക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഡിഫറെൻറ്റ് ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓരോ ഓപ്പറേഷൻ, ഒരേ പ്രൊഡക്റ്റ് തന്നെയാണെന്നുണ്ടെങ്കിലും ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പ്രോസസ് കോസ്റ്റ് പോലെ തന്നെ ആണെന്നുണ്ടെങ്കിലും പ്രോസസ് കോസ്റ്റും ഓപ്പറേഷൻ കോസ്റ്റും തമ്മിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഇത് ഒരൊറ്റ പ്രോസസ്സിലൂടെ ഫൈനൽ പ്രോഡക്റ്റ് ആവുന്നതല്ല, ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ പോയിട്ട് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആവുന്നതാണ് എന്ത്, പ്രോസസ് കോസ്റ്റിംഗ്. പക്ഷേ ഈ ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എന്താ പറയുക, പർട്ടിക്കുലർ ക്വാളിറ്റി ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പർട്ടിക്കുലർ ക്വാളിറ്റിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണത് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. നെക്സ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ അല്ലെങ്കിൽ ബിസിനസ് അണ്ടർടേക്കിങ്സ് ഫോളോ ചെയ്യുന്ന, അഡോപ്റ്റ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണെന്ത്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന അണ്ടർടേക്കിങ്സ് ആണെന്ത് ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അഡോപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ലൈക്ക് ട്രാൻസ്പോർട്ടേഷൻ, ഹോസ്പിറ്റൽ, അതേപോലെ ഹോട്ടൽ. അപ്പോൾ ഇവിടെ ഒക്കെ ഓരോ എന്താ പറയുക, അവിടെ ഒരു പ്രൊഡക്റ്റ് അല്ല അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, സർവീസാണ്. അപ്പോൾ ഒരു പാസഞ്ചർ പെർ കിലോമീറ്റർ അല്ലെങ്കിൽ 10 per kg അല്ലെങ്കിൽ അങ്ങനെയുള്ള എമൗണ്ടും അതേപോലെ അങ്ങനെയുള്ള ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന അണ്ടർടേക്കിങ്സിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ത്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്നുള്ളത്. ഓക്കെ, ദെൻ ജോയിൻറ്റ്. നെക്സ്റ്റ് വൺ കോൺട്രാക്ട് കോസ്റ്റിംഗ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് കോൺട്രാക്ട് വിത്ത് സം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ബിറ്റ്വീൻ കോൺട്രാക്റ്റി ആൻഡ് കോൺട്രാക്ടർ. ഓക്കെ, അവിടെ കോൺട്രാക്റ്റും കോൺട്രാക്റ്റും ഉണ്ടാകും. അതുപോലെ ഇവിടെ ഇത് സ്യൂട്ടബിൾ ആവുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ്, പിന്നെ എഞ്ചിനീയറിംഗ് വർക്ക്, സിവിൽ എഞ്ചിനീയറിംഗ് കോൺട്രാക്ടേഴ്സിനൊക്കെയാണ് ഇത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ മെയിനായിട്ടൊരു സിവിൽ കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെയാണ് എന്ത് വരിക, ഈ കോൺട്രാക്ട് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് വൺ ജോയിൻറ്റ് പ്രോഡക്റ്റ്. ഇപ്പോൾ ജോയിൻറ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിം ഇൻപുട്ടിൽ നിന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഡിസ്റ്റിങ്വിഷ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഒപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, ജോയിൻറ്റ് കോസ്റ്റ് ആർ ദി കോമൺ കോസ്റ്റ് ഓഫ് ഫെസിലിറ്റീസ് ഓർ സർവീസ് എംപ്ലോയിഡ് ഇൻ ദി ഔട്ട്പുട്ട് ഓഫ് 2 or more സൈമിൾട്ടേനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ഓർ അതർവൈസ് ക്ലോസ്ലി റിലേറ്റഡ് ഓപ്പറേഷൻസ്, കമ്മോഡിറ്റി ഓർ സർവീസ്. അപ്പോൾ ഇവിടെ ഒരു സെയിം ആയിട്ടുള്ള ഒരു സെയിം ഇൻപുട്ടിൽ നിന്ന് തന്നെ 2-3 പ്രോഡക്റ്റ് ഒപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിൽ നമ്മൾ പെട്രോളിയം, ഡീസൽ, കെറോസിന്, നാഫ്ത, അതേപോലെ അങ്ങനെയുള്ള ടാർ, അതൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു സെയിം ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ അതിൽ ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതിന് നമ്മൾ എന്ത് പറയുന്നു, ജോയിൻറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നു. മൈനർ ഇമ്പോർട്ടൻസ് ഉള്ളതിന് നമ്മൾ അതിനെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ടാർ നമ്മൾ ചിലപ്പോൾ മൈനർ ഇമ്പോർട്ടൻ്റ് ആണ് കൊടുക്കുക, അതിനെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയും. അതുപോലെ പെട്രോളിയം, ഡീസൽ അങ്ങനെയുള്ളതിന്, പെട്രോളിയം ഡീസലിനൊക്കെ നമ്മൾ ജോയിൻറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സെപ്പറേറ്റ് ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്, സെപ്പറേഷൻ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ബൈ ടൈം, ഹിസ്റ്റോറിക്കൽ ആൻഡ് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്. പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. പ്രീ ഡിറ്റർമൈൻഡ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആക്ച്വലി ഇൻകർ ആയിട്ടുള്ള കോസ്റ്റ് ആണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആർ ദി ആക്ച്വൽ കോസ്റ്റ് അക്യൂറിംഗ് അസെറ്റ് ഓർ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ഓർ സർവീസസ്. ദേ ആർ പോസ്റ്റ്മോർട്ടം cost ascertained after they have been incurred and they represent cost actual operational performance. അത് ഓൾറെഡി ഇൻകർ ആയിട്ടുള്ള കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അതിൽ നമ്മൾക്ക് എന്തില്ല, ഒരു ഡിസിഷൻ മേക്കിങ്ങിലൊന്നും എന്തില്ല, റെലവൻസ് ഇല്ല. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ഫോളോ എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ടു വിച്ച് ഓൾ വാല്യൂസ് ആർ ബേസ്ഡ് ഓൺ കോസ്റ്റ് ആക്ച്വലി ഇൻകേർഡ് ആസ് എ റെലവൻറ്റ് ഫ്രം ടൈം ടു ടൈം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇൻകർ ആയിട്ടുള്ള കോസ്റ്റ് ആണ് എന്ത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഒരു പ്രൊഡക്റ്റിന് വേണ്ടി എത്ര ചിലവായി എന്നുള്ള കോസ്റ്റ്. ഓക്കെ, ഇത് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് ഇതാക്കുന്ന കോസ്റ്റ് ആണെന്ത്, പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്. ഇവിടെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ എത്ര കോസ്റ്റ് വേണം, എത്ര കോസ്റ്റ് ആകും, അല്ലെങ്കിൽ ഇത്ര കോസ്റ്റ് ആകണം എന്ന് നമ്മൾ എന്ത് ചെയ്ത് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്ര കോസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു, അതിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്.
ഇപ്പോൾ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റും എസ്റ്റിമേറ്റഡ് കോസ്റ്റും ഡിഫറൻസിലൂടെ പഠിക്കാം. ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്ര കോസ്റ്റ് ആകും നമ്മൾ ഫിക്സ് ചെയ്യാണ്. പക്ഷേ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര കോസ്റ്റ് വരെ ആകാം, ഇത്ര കോസ്റ്റ് ആകാം എന്നുള്ളതും ഇത്ര കോസ്റ്റ് ആകണം എന്നുള്ളതും തമ്മിൽ എന്ത് ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വഴിയാണ്. ആ ഒരു പർട്ടിക്കുലർ കോസ്റ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ കൺട്രോൾ ചെയ്യുന്നു. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇത്ര കോസ്റ്റ് കവർ ആകും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ത് ചെയ്യുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഒരു നല്ല പ്ലാൻ ചെയ്തിട്ടും അതേപോലെ എക്സ്പെർട്ടൈസും അത് എക്സ്പീരിയൻസിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെ ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. അത് സ്റ്റാൻഡേർഡ് കോസ്റ്റിന് മോർ എഫിഷ്യൻ്റ് ആണ്. അതുപോലെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെസ് എഫിഷ്യൻസി ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ഇവിടെ നമ്മൾ ഒരുപാട് കോസ്റ്റിംഗ് പറഞ്ഞു, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ക്ലാസിഫിക്കേഷൻ ബൈ പ്രോസസ്സ്, ബാച്ച് കോസ്റ്റ്, പ്രോസസ് കോസ്റ്റ്, ഓപ്പറേഷൻ കോസ്റ്റ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, കോൺട്രാക്ട് കോസ്റ്റ്, ജോയിൻറ്റ് കോസ്റ്റ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമ്മളുടെ സിലബസിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു എവരിവൺ.